നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോളനിയിൽ അവസ്ഥയ്ക്കും വലിയ വ്യത്യാസമൊന്നുമില്ല മാഡം. കടലിൽ കൊണ്ടുപോകുന്നില്ലെന്നേ ഉള്ളൂ. ഒരു അത്യാവശ്യം പഠിപ്പൊക്കെ ആയിക്കഴിയുമ്പോൾ അച്ഛനമ്മമാര് ഏത് ജോലിക്ക് പോകുന്നുവോ ആ പണിക്ക് മക്കളെയും കൊണ്ടുപോകും. മേസ്ത്രി പണിയെങ്കിൽ മേസ്ത്രി പണി, മാർബിള് പണിക്കും വീട്ടുജോലിക്കും വരെ മക്കളെ കൊണ്ടുപോകുന്നവരുണ്ട്. ബാലവേല നിയമം മൂലം നിരോധിച്ചിരിക്കുന്നല്ലേ മാഡം? കർശന നിയമ നടപടിയെടുത്ത് കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചെത്തിക്കണം. അതൊക്കെ കൊണ്ട് ആ കുട്ടികളുടെയോ അവരുടെ അച്ഛനമ്മമാരുടെയോ മനസ്സിന് മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിർബന്ധപൂർവം വീണ്ടും പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്ന നിയമത്തെ വെറുക്കല്ലേ ഉള്ളൂ അവര്. പഠിച്ചാലും ജോലിയൊന്നും കിട്ടാൻ പോകുന്നുള്ളൊരു ധാരണ അവരുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞുപോയി. അതാണ് കാരണം. അത് നമ്മുടെയൊക്കെ തെറ്റായ ചിന്തയാ. പഠിച്ചാൽ നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്നവരല്ല, പഠിക്കുന്നത് കൊണ്ട് ഇന്ന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുന്നവരാണ് തീരെ ദുർബല വിഭാഗം. അന്നന്ന് കഴിയുന്നവരെ സംബന്ധിച്ച് നാളേക്കെന്നൊരു സ്വപ്നവും ഇല്ല. മക്കൾ ഇന്ന് പഠിക്കാൻ പോയ അവനോ അവൾക്കോ കൂലി കിട്ടാനുള്ള 400 500 കുടുംബ വരുമാനത്തിൽ നിന്ന് കുറയുമെന്നുള്ള അവരുടെ ഒരു ആദി. അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ മാഡം? പഠിപ്പിക്കുന്നതിനൊപ്പം ദിവസക്കൂലി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണം. സൈലൻസ് പ്ലീസ്. തീരെ ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് നമ്മൾ പഠനത്തോടൊപ്പം ഒരു ദിവസത്തെ വരുമാനം കൂടി കൊടുക്കുന്നു. അന്നന്ന്. ശാലിനി വിഷ്ണു വെറും വാക്ക് പറയാറില്ല. പറയുന്നത് നടക്കും, അതും നല്ലത്. സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ലല്ലോ മാഡം. സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. അതുകൊണ്ട് സർക്കാരിന് വേണ്ടി നമ്മൾ, അതായത് ജില്ലാ ഭരണകൂടം ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അതിനുള്ള ഫണ്ട് എവിടെ മാഡം? അത് നമ്മൾ കണ്ടെത്തും. ജനങ്ങളിൽ നിന്ന് തന്നെ. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മാത്രമല്ല, നടത്തിപ്പുകാരും ജനങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. മനസ്സിലായില്ല മാഡം? 3 വർഷം മുമ്പത്തെ സെൻസസ് അനുസരിച്ച് നമ്മുടെ ജില്ലയിലെ ജനസംഖ്യ 35,21,000-ത്തിലധികമാണ്. ഇവരിൽ സന്മനസ്സുള്ള ഓരോരുത്തരുടെയും പക്കൽ നിന്ന് മാസം 1 രൂപ വീതം നമുക്ക് സമാഹരിക്കാനായാൽ, തീരെ ദുർബല വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്കേ നമ്മൾ ഈ പണം കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം സമാഹരിക്കാനാകും നമുക്ക്. അതും അവരുടെ ക്ഷേമത്തിനും തുടർ പഠനങ്ങൾക്കുമായി ഉപയോഗിക്കാം. പക്ഷെ പദ്ധതി ജനങ്ങളിലേക്ക് എത്തണ്ടേ മാഡം? ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാലല്ലേ അവർ പണം നൽകാൻ തയ്യാറാവൂ. അതെ, വിശ്വാസമാണ് പ്രധാനം. പദ്ധതി ജനങ്ങളിലേക്ക് എത്തണം. പാവപ്പെട്ട കുട്ടികൾക്ക് ഇതൊരു സഹായമാണെന്ന് അവർക്ക് തോന്നണം. അതിന് കളക്ട്രേറ്റിലും വില്ലേജ് ഓഫീസിലും ചുവരുകളിൽ പതിക്കുന്നത് പോലുള്ള പഴയ നോട്ടീസ് സംവിധാനം പോരാ. സോഷ്യൽ മീഡിയ, അതിനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഏതൊക്കെ പരസ്യവാചകങ്ങളും ചിത്രങ്ങളും ആകാമോ അതെല്ലാം ആകാം. യുവജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട. പക്ഷെ വിശ്വാസമാണല്ലോ മാഡം അപ്പോഴും പ്രധാനം. അത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു നൽകുന്ന ഉറപ്പാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.